ആഭ്യന്തരമന്ത്രിക്ക് നേരെ ഒരക്ഷരം പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ ഹാനികരമാകുന്ന ഒരു കാര്യമാണ്. ഇത് ഒരാൾക്കെതിരെ കേസ് എടുത്തതാണ്. ഒരു RSS പ്രവർത്തകനായിട്ടുള്ള അനിൽകുമാർ ഹരിപ്പാട് മണാറശാല സ്വദേശിയാണ്. ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയുടെ ചിത്രം വാർത്താ മാധ്യമങ്ങളിൽ വന്ന ചിത്രമാണ് പങ്കുവച്ചത്. അതിനകത്തിൽ ആഭ്യന്തരമന്ത്രിയോടൊപ്പം ആയുധ കേസിലെ കിഷോർ എന്ന പ്രതി അയാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പങ്കുവെച്ചിട്ട് അനിൽകുമാർ എഴുതിയ ഒരു കമന്റ് എന്ന് പറയുന്നത്, ഈ സുഗതനെ, തിരുവനന്തപുരം കൗൺസിലറായിട്ടുള്ള സുഗതനെ അറസ്റ്റ് ചെയ്ത ആ ഒരു ശുഷ്കാന്തി ഈ ആയുധ കേസിലെ കിഷോർ എന്ന ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരക്കാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ ആഭ്യന്തരമന്ത്രി കാണിച്ചിരുന്നുവെങ്കിൽ അത് കുറച്ചും കൂടെ നാട് നന്നായനെ. ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ മാത്രം ഇങ്ങനെ ഈ പോലീസ് സേന ഇറങ്ങി പുറപ്പെടുന്ന രീതിക്കെതിരെ ഒരു പരിഹാസപരമായിട്ടൊരു കമന്റാണ് ഇട്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് FIR ചുമത്തി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അല്ല, അത് കേസ് രജിസ്റ്റർ ചെയ്യാം. കാരണം ഞാൻ വേറൊന്ന് പറഞ്ഞാലേ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചില ആളുകളുണ്ട്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാവുക? അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കാരണവരായിരുന്ന K കരുണാകരൻ്റെ കാലത്തും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ തന്നെ അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ. എതിരായിട്ടൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പം ഇന്ദിരാഗാന്ധി 1,00,000 വരുന്ന ചെറുപ്പക്കാരെ വന്ധ്യംകരിച്ചില്ലേ? വന്ധ്യംകരിച്ചത് നമ്പർ 1,00,000 മേലെയാ. ഇന്ദിരാഗാന്ധി മകനായിട്ടുള്ള സഞ്ജയ് ഗാന്ധി കൂടി ചേർന്നിട്ട് ചോദിക്കാൻ പാടില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന ആളെയും കൂടി വന്ധ്യംകരിക്കും. അവർ പ്രായം പോലും പ്രശ്നമല്ല. ഇത് കോൺഗ്രസ്സുകാർ ചെയ്തതാ. ഇന്ത്യയുടെ ചരിത്രത്തിൽ 1,76,000 പേരെ 21 മാസക്കാലം കൊണ്ട് ജയിലിലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ചോദ്യം ചെയ്യാൻ അവർ ആ നമ്പറിനകത്ത് ഒരാളും കൂടി കൂടുന്നു മാത്രമേ ഉള്ളൂ. ഇത് ഇന്ന് മാത്രമല്ല, അന്ന് പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കേരളത്തിലെ മാധ്യമങ്ങൾ. ഈ കേരളത്തിൽ ഇന്നത്തെ പത്രമുത്തശ്ശി അടക്കമുള്ള ആളുകളൊക്കെ ആ സമയത്ത് നാവടക്ക് പണിയെടുക്കും എന്നാ പണിയെടുക്കാൻ പറഞ്ഞ പത്രങ്ങളൊക്കെ ഉണ്ട്. ഈ പത്രങ്ങളൊക്കെ എന്താ തിരിച്ചു ചോദിക്കാതിരുന്ന എന്താ? തിരിച്ചു ചോദിച്ചാൽ പിന്നെ പത്രം ഉണ്ടാവില്ല. ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് എക്കാലത്തും ഉണ്ടായിരുന്നു. ഇത് ശ്രീമാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ഏർപ്പാടുകളാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് കേരളത്തിലെ ആളുകൾക്ക് അരി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും നേരത്തെ. എങ്ങനെ സംഭവം ഉണ്ടായത്? കേരളത്തിലെ ഒരു സൗത്ത് സോൺ ഉണ്ടാക്കി ഇന്ത്യയിൽ. അത് ഏതൊക്കെയാ? കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. ഈ സൗത്ത് സോണുകളിൽ പരസ്പരം അരി കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വരുന്ന മിച്ചമായിരിക്കുന്ന അരി അത് കേരളത്തിലേക്ക് കൊടുക്കണം. അപ്പോഴാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭരണം വന്ന്. ഉടനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തോന്നി, അരി കൊടുത്താൽ ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കഞ്ഞി കുടിച്ച് കിടക്കും, ഈ നാട്ടുകാർ കഞ്ഞി കുടിച്ച് കിടക്കും. അത് തോന്നിയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്താ ചെയ്തെന്നറിയാമോ? അരി മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാൻ ആന്ധ്രാപ്രദേശിനോട് പറഞ്ഞു, അരി ബംഗാളിന് കൊടുക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശിനോട് പറഞ്ഞു. 1.5 കൊല്ലത്തോളം കേരളത്തിൽ അരി കൊടുക്കാതിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ച ആള്, അതിക്രൂരനായിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഭീകരനായിരിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. അല്ലാന്ന് കോൺഗ്രസ്സുകാരെന്ന് പറയട്ടെ, ഇത് പറയാൻ പാടില്ലെന്നാ ഏത് പറയുന്നത്? ഇത് അനിൽകുമാറിന് അറിയാത്തതുകൊണ്ടാണ്. മറ്റൊന്ന് നമുക്കറിയാവുന്ന ചെന്നിത്തല മാന്യനായിട്ടുള്ള മനുഷ്യനാണ്. ഇത്രയും കുലീനായിട്ടുള്ള മനുഷ്യനുണ്ടാവില്ല. അദ്ദേഹം NSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു 1985. ആ സമയത്താണ് സമ്മേളനം നടത്തി നാഗപ്പൂര്. 30,000 പേര് പങ്കെടുക്കുന്നു പറഞ്ഞു. 42,000 പേര് പങ്കെടുത്തു. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, NSUക്കാർ മേച്ചിലായിരുന്നു. അവിടെ പരിസരത്തുള്ള വീടുകളിൽ കയറിയിട്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവരുടെ പേര് NSU എന്നാണ്. അതിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ പേര് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ്. അന്നത്തെ പത്രത്തിൽ പടം വന്നിരുന്നല്ലോ, ഇന്ത്യ ടുഡേയിൽ. ഒന്ന് വായിച്ചു നോക്കട്ടെ. രമേശ് ചെന്നിത്തലയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കാം. ധൈര്യമുണ്ട് കേസ് നിന്ന് ചാർജ് ചെയ്ത് നോക്ക്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റെഡ് സ്ട്രീറ്റ്, അത് നാഗ്പൂരിലെ റെഡ് സ്ട്രീറ്റ്, അത് 2 ദിവസം അടച്ചിട്ടത് ഈ പറയുന്ന NSUക്കാർ പേടിച്ചിട്ടാണ്. കാര്യം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരും. അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പോലും ബലാത്സംഗം ചെയ്യാൻ മടിക്കാത്തവരാണ് NSUക്കാര്. അതിന് വലിയ രമേശ് ചെന്നിത്തലയുടെ പടം വന്നിരുന്നതിനകത്ത്. അത് അദ്ദേഹം നിഷേധിക്കട്ടെ. അപ്പൊ അങ്ങനെ അത്തരത്തിൽ വലിയ കുലീനതയൊന്നും ഇവരാരും അവകാശപ്പെടാനില്ല. അപ്പൊ അങ്ങനെ ആ ഇവരുടെ കുലീനതയെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. അവർ അറസ്റ്റ് പേടിപ്പിക്കലാണത്. ഒരു വക പേടിപ്പിക്കലാണ്. ഇപ്പൊ അനിൽകുമാറിനെതിരായിട്ട് കേസ് ചാർജ് ചെയ്യുന്നു, സുഗതനെതിരായിട്ട് കാപ്പ ചുമത്തുന്നു. എന്താ കാപ്പയുടെ പിന്നിൽ എന്താ കാരണം? പോലീസുകാരനെ ഒന്നും പറയാൻ പാടില്ല. പോലീസുകാരൻ കാലത്ത് മുതൽ വീട്ടിലേക്ക് കയറി വരിക, എന്നിട്ട് മുകളിലേക്ക് വെടിവെക്കുക. ഈ പറയുന്ന പോലീസുകാരനോട് ആരംഗീകരിക്കുന്നത്? ഇത് അടിയന്തരാവസ്ഥക്കാലം ഒന്നുമല്ലല്ലോ. അടിയന്തരാവസ്ഥക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞൊക്കെ ഇതൊക്കെ മാറി. ഇങ്ങനെയുള്ള ആളുകളെയാണ് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാലോ, കേരളത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട്, ഇന്ത്യയുടെ ലോകത്തിന്റെ ചരിത്രത്തില് ഒരു DGP ജനങ്ങൾ കൈകാര്യം ചെയ്ത് എവിടെയാ? അത് കേരളത്തിലാണ്.
കേരളത്തിലാണ് 1997 ജൂലൈ മാസം 14 എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി വന്നിട്ടില്ല ഒരു മുൻ DGP ഉണ്ട്. അയാൾ ജനങ്ങൾ കൈകാര്യം ചെയ്തതിന്റെ ചരിത്രം ഇവരൊന്ന് വിക്കിപീഡിയ എടുത്ത് നോക്കട്ടെ, അതിനകത്ത് കാണാമല്ലോ. അത് അല്ലെങ്കിൽ നിഷേധിക്കട്ടെ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യട്ടെ, അതിനകത്ത് കാണാമല്ലോ. എന്ന് വെച്ചാൽ ഈ തരത്തിൽ ജനവിരുദ്ധമായിരിക്കുന്ന നടപടികളെ ചോദ്യം ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട്, എക്കാലത്തുമുണ്ട്. കേരളത്തിൽ നമ്മൾ പഴയ കാലത്ത് വൈലോപ്പിള്ളി കുറിച്ചുള്ള കവിത, അദ്ദേഹത്തിന്റെ കവിതയുണ്ട്, മിണ്ടുക മഹാവൻ എന്ന അദ്ദേഹത്തിന്റെ കവിതയുടെ പേര്. അത് C അച്യുതമേനെ കുറിച്ചായിരുന്നു, അടിയന്തരാവസ്ഥക്കാലത്തെ കുറിച്ചിട്ടായിരുന്നു. അത് C അച്യുതമേന്റെ ചെയ്തികൾക്കെതിരായിക്കൊണ്ടായിരുന്നു. P രാജൻ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ, അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതിനകത്ത് പങ്കുള്ള കേരളത്തിലെ മന്ത്രിസഭയ്ക്കെതിരായിട്ട് ഒരു കവിയുടെ, സാഹിത്യകാരന്റെ കവിതയായിരുന്നു മിണ്ടുക മഹാമുനി എന്ന് പറയുന്ന കവിത. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആളുകളായിരിക്കാം ചെന്നിത്തലയും കൂട്ടരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട്, ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ കൂടെ ഈ പറയുന്ന ഒരു കുറ്റവാളി ഉണ്ടായിട്ടില്ല എന്നിരിക്കട്ടെ, ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. കുറ്റവാളി അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ആദ്യം വ്യക്തമാക്കണം. അങ്ങനെ കുറ്റവാളി കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളി കിഷോർ എന്നങ്ങണ്ട അയാളുടെ പേര്, അങ്ങനെയുള്ള കുറ്റവാളികളെ കൊണ്ടു നടക്കുന്നത് അത് ഹോം മിനിസ്റ്റർ ആയാലും കൊള്ളാം, ചീഫ് മിനിസ്റ്റർ ആയാലും കൊള്ളാം, മറ്റേത് മന്ത്രി ആയാലും കൊള്ളാം, ഈ കാണിക്കുന്ന തോന്നിവാസമാണ്. അതെ, ഇത് തീർച്ചയായിട്ടും. ഇതിനു മുൻപ് ഈ തൂഫാന്റെ തന്നെ K. സുധാകരൻ ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ ഗുണ്ടകൾ പങ്കെടുത്തപ്പോൾ അന്ന് ഇത് ഭയങ്കര ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ഗുണ്ടകൾ തൂഫാൻ പരിപാടി, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺഗ്രസ് ഇങ്ങനെ അല്ലെങ്കിൽ അവർ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ഇവരെങ്ങനെ എത്തി, അല്ലെങ്കിൽ ഈ അടുത്ത ബന്ധം എന്താണ്, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നതും. RSS പ്രവർത്തകൻ രമേശ് ചെന്നിത്തലയുടെ ഒരു പടം ഇദ്ദേഹം എടുത്തതൊന്നുമല്ല, വാർത്താ മാധ്യമങ്ങളിൽ വന്ന ഒരു ചിത്രം എടുത്തിട്ടാണ് ഇയാൾ ഈ ഫേസ്ബുക്കിലൂടെ ഈ ഒരു കമന്റ് ഒക്കെ ഇടുന്നത്. ഇതിൽ അശ്ലീലപരമായിട്ടൊന്നുമില്ല, അധിക്ഷേപകരമായിട്ടും ഒന്നും ഇതിനകത്ത് അധിക്ഷേപകരമായിട്ടുണ്ട്. അധിക്ഷേപനെങ്കിൽ ചെന്നിത്തല, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആള് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കണം. ഈ വാർത്ത ഈ പറയുന്ന കിഷോറിന്റെ കൂടെ നിൽക്കുന്ന പടം കൊടുത്ത് അനിൽകുമാർ കൊടുത്തല്ലോ, ഏതോ വാർത്ത എടുത്തിട്ട് അനിൽകുമാർ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പൊ K. സുധാകരൻ്റെ കൂടെ എറണാകുളത്ത് ആരൊക്കെയാണ് പങ്കെടുത്ത്, എറണാകുളത്ത് അറിയപ്പെടുന്ന ഗുണ്ടകള് അല്ലാന്ന് ഇവരുന്ന് പറയട്ടെ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സുധാകരൻ്റെ കൂടെ നിൽക്കുന്ന ഗുണ്ടകളുടെ ചിത്രം, ആ ഗുണ്ടകളുടെ പേരുകൾ വെച്ച് കൊടുത്തിരുന്നല്ലോ. ധൈര്യം ഒന്ന് കേസെടുക്കാമോ ഇവർക്ക് കേസ് ഒന്ന് എടുത്തു നോക്കട്ടെ. കാരണം ഈ തരത്തിൽ ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്നതിൽ K. സുധാകരന് പങ്കുണ്ട്, കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും പങ്കുണ്ട്. ഇവരാണ് ഗുണ്ടകളെ പോറ്റുന്നത്. അങ്ങനെ ഇവർ ഗുണ്ടകളെ പോറ്റുന്നതിന്റെ പേരിൽ ആ ഗുണ്ടകളെ പോറ്റുന്നു എന്നുള്ള വസ്തുത ആരെങ്കിലും പറഞ്ഞാല് ആ സമയത്ത് ഇവർക്ക് ഹാലടകും, ഇവരുടെ വികാരം പൊട്ടും. ഇവർക്ക് സാധാരണ എന്താ പറയാ, കുരുപൊട്ടുക എന്നൊക്കെ പറയും. ആ കുരുപൊട്ടുന്ന സ്വാഭാവികമാണ് ഇവർക്ക്. അങ്ങനെയുള്ള കുരുപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളതാണ് പഠിക്കേണ്ട വിഷയം. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞതിനകത്ത് വസ്തുതാപരമായിട്ട് തെറ്റുണ്ടെങ്കിൽ കേസെടുക്കുന്നതിന് തെറ്റൊന്നുമില്ല, അതിനകത്ത് ന്യായമുണ്ട്. പക്ഷെ വസ്തുതാപരമായിട്ട് തെറ്റില്ല എന്നുണ്ടെങ്കിൽ കേസെടുക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവരെ ഈ പറയുന്ന നേതാക്കന്മാരെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. അത് പഴയ കാലത്തുണ്ടായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്ത്, ആ സമയത്താണ് ചില ആളുകളെ പിടിച്ച് നിരുപദ്രവകാരികളാക്കി. ഈ സ്റ്റാലിന്റെ കാലത്തെ പ്രയോഗം അത്. സ്റ്റാലിൻ ചില ആളുകൾ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്, ട്രാൻസ്കോ കൊല്ലാൻ തീരുമാനിച്ചു 938 അവിടെ പാർലമെന്റിൽ സ്റ്റാലിൻ അവതരിപ്പിച്ചത് അങ്ങനെ ഹാംലെസ് ആക്കിയെന്ന. എന്താ ഹാംലെസിന്റെ അർത്ഥം? എന്താ? നിരുപദ്രവയാക്കിയെന്ന അർത്ഥം. എന്ന് വെച്ചാൽ കൊന്നുകളഞ്ഞു എന്നാ വെച്ച മലയാളം. അതായത് മരമുട്ടിക്ക് തല്ലിക്കൊന്നതാണ് ഇവര് ട്രാൻസ്കിയെ, കമ്മ്യൂണിസ്റ്റുകാര്. സമാനമായിട്ടുള്ള രീതിയിലാണ് കേരളത്തില് പിണറായി വിജയൻ ചെയ്തത്. പിണറായി വിജയന്റെ ആളുകൾ ചിലരുടെ രക്ഷകരായിട്ടെത്തി. ആ രക്ഷകരായിട്ടുള്ള എത്തിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ ചെടിച്ചട്ടിയിട്ട് മറ്റവരെ തലക്കിട്ടടിച്ച്. കാരണം വണ്ടി കയറണമെന്ന് വെച്ചിട്ടാണ് അത്രേ. വണ്ടി കയറ്റി കൊല്ലുന്നതിന് പകരം മറ്റേ ചെടിച്ചട്ടി വെച്ച് കൊല്ലാൻ നോക്കി. ഇതേ പ്രവർത്തനം തന്നെയാണ് ഇന്ന് കോൺഗ്രസ്സുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരായിട്ട് പറയുന്ന ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുന്നു. ഇതൊരു അടിയന്തരാവസ്ഥയുടെ സ്വഭാവമാണ്. അടിയന്തരാവസ്ഥയുടെ സ്വഭാവം ഇന്നും കേരളത്തിൽ വ്യാപകമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് രമേശ് ചെന്നിത്തലയല്ല ആര് പരിശ്രമിച്ചാലും അത് ജനവിരുദ്ധമാണ്. അത് തൂഫാൻ്റെ സമരത്തിന്റെ ഭാഗമായിട്ട് തൂഫാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് K. സുധാകരൻ ചെയ്ത ഗുണ്ടാ പ്രലോഭനങ്ങളും ശരിക്ക് ഇതിന്റെ ഭാഗം തന്നെയായിട്ടാണ് എനിക്ക് കൂട്ടി വായിക്കുന്നതിലാണ് ഞാനിത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക.
നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.